അടിപൊളി പരിപാടിയാണ്. നിനക്ക് എത്ര വയസ്സുണ്ടാ? തൃശ്ശൂര് ചിലരൊക്കെ പറയുന്നത് ചേട്ടാ ഇവിടെ വന്ന ചില ഇതേപോലെ തന്നെ കൊടിയേരി ദിനാചോത്സവം ഉണ്ട്. എല്ലാവരും അടുത്ത മാസം എല്ലാവരും വരണം. ജനുവരിയിലാണ് എല്ലാവരും വരണം. ഇതേപോലത്തെ 3 പേരുണ്ടാവണം. ഒഫീഷ്യൽ ക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒഫീഷ്യൽ ക്ഷണം ആ കൊടുവായൂരുകാരൻ ചോദിച്ചാൽ മതി. മൂത്താം നേരം കൊടുവായൂർ. ഓക്കെ, ഈ ചേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരമാണ് കേരളം കണ്ടിട്ടുള്ള ഒരു പക്ഷെ ഏറ്റവും വലിയൊരു പൂരം. അപ്പോൾ അതൊരു വേറൊരു ഫീലാണ്, ഇത് വേറൊരു ഫീലാണ്. രണ്ടാണ്. ഇതും ഗംഭീര പരിപാടിയാണ്. വേറെ കുറെ ആളുകളുണ്ട്. ചേട്ടാ ഞാൻ വന്നത് കാവശ്ശേരി കരിമരുന്നിന്റെ ഈറ്റില്ലം പരക്കാട്ട് ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇത് കാവശ്ശേരിക്കാരുമായി സംബന്ധിച്ചിട്ടുണ്ട്. ഇത് ലൈവാണല്ലേ? ഇത് കോഴിക്കോട് നിന്നാണ്. ഞാൻ കോഴിക്കോട്. പക്ഷേ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത പോലെ നമ്മൾ ഈ പാലക്കാടിന്റെ ഒരു തനിമ നമ്മൾ ഈ അമ്പലത്തിലെ ഒരു പൂരത്തിന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഗൃഹാതുരതയാണല്ലേ? ആ ഒരു മറ്റേ നമ്മളെ ഈ എന്താ പറയാ മറ്റേ ഈ അഗ്രഹാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഈ കാര്യങ്ങളില്ല. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരു പുതുമ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ഇത്രയും ദൂരം താണ്ടി ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കോഴിക്കോട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്, കാസർഗോഡ് നിന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ നല്ല വെയിലാണ്, ഇത്രയും ചൂട്, പാലക്കാട്ട് ചൂട് നമുക്കറിയാം. ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ടും ഈ ഉത്സവം അതിൽ കൊണ്ടാടാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി എത്തുകയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ വേറൊരു പ്രത്യേകത എന്താ അറിയോ? എന്നോട് നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്ന നമ്മുടെ സാരഥി ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടോ? ഇവിടെ ഒരു പരിപാടിയും ഇല്ല. ഇവിടെ ആളുകൾ വരും, ആളുകൾ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. കുറെ കടകളുണ്ട്. കടകളിലൊക്കെ പോയിട്ട് 2 ചേച്ചിമാരെ നമുക്ക് അവരോട് ചോദിക്കാം എവിടുന്നാണ്. അവർ വളരെ കൗതുകത്തോടു കൂടി കാഴ്ചകൾ കാണാൻ വന്ന നേരൊക്കെ തിരിഞ്ഞുപോയി. അപ്പൊ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ ഇതിലൂടെ അങ്ങോട്ടും കൂടി നടക്കും. ഇതൊരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ് റീജിത്ത്. അതായത് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകൾക്കപ്പുറത്ത് ഇവിടെ ഒരു വ്യാപാരമായിട്ടുള്ള ഉത്സവം കൂടിയാണ് നടക്കുന്നത്. നമുക്ക് ഈ ഇരുഭാഗങ്ങളിലും കുറെ കടക്കാരെ കാണാം. ഇതിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉണ്ടാവുന്നതാണ് പറയാം. സകല സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്ന പറയാം. മാത്രം കിട്ടുന്ന ഒരു പന്തുണ്ട്. ഇവിടെ വന്ന് നമ്മളോട് കൊച്ചിന്നൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്, മേടിച്ച് കൊണ്ടുവരണം. ഷംന അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കേട്ടോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കുറെ സാധനങ്ങൾ വാങ്ങിക്കുക, കുറെ ആൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, കഴിക്കുക, അതിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാര ഉത്സവം കൂടിയാണിത്. അതായത് കച്ചവടം തുടങ്ങുന്നു. അത് ഇന്നിപ്പോ നമ്മൾ ശരിക്കും ഉത്സവം കഴിയുന്നതോടുകൂടി ഇവരെല്ലാവരും പൊടി തട്ടി പോകുന്നു. ഇല്ലല്ല, അവരിനി 10 ദിവസം ഈ വീടുകൾക്ക് മുന്നിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ്. ആ നിലയ്ക്ക് കൂടിയുള്ള പ്രത്യേകത കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനിയിപ്പോ വളരെ കുറഞ്ഞ സമയങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ഇപ്പൊ 4 മണി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അതത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടേക്കുള്ള രഥപ്രയാണം തുടങ്ങും. ആളുകള് വളരെ വളരെ ഭക്തി ആദരപൂർവ്വം അവരെ ആ രഥം വലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. രഥം വലിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു പുണ്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും രഥം വലിച്ച് ഇങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിന്റെ ആവേശം അതിന്റെ പരകോടിയിലെത്തും. നമുക്ക് കുറച്ച് ആളുകളോട് കൂടി സംസാരിക്കാൻ തോന്നുന്നു. തൊടുപുഴയെന്നാണ് വരുന്നത്. കാണാൻ വേണ്ടി കേട്ടറിഞ്ഞു വന്നാണോ? എല്ലാ പ്രാവശ്യം ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എക്സ്പീരിയൻസ് വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണത്. ഞങ്ങൾ രാവിലെ തന്നെ എത്തി. ഇനി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ. തീർച്ചയായിട്ടും തൊടുപുഴ എന്നൊക്കെ പറയുമ്പോ എത്ര അങ്ങ് ചെല്ലണല്ലേ? അത് രാവിലെ തൊട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാ, അങ്ങനെയുള്ള ഒരു കാഴ്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.